All of you, please welcome to my class again. My class is about Python programming, and today's topic is operators in Python. Operators are special symbols in Python that carry out arithmetic or logical computations. അതായത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. അതായത് അതിൽ അരിത്തമെറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻസും ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾസാണ്, സ്പെഷ്യൽ സിമ്പിൾസാണ് ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ്, the value that the operator operates on is called the operand. ഇത് വാല്യൂ ആണ് നമ്മൾ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഓപ്പറൻഡ് എന്ന് പറയുക. ഇപ്പോൾ സപ്പോസ് 5 + 6 ആണ്, അതിൽ പ്ലസ് ആണ് ഓപ്പറേറ്റർ, 5ഉം 6 ആണ് ഓപ്പറൻസ് വരിക. ഓപ്പറേറ്റേഴ്സ് ആർ ദി കൺസ്ട്രക്ട്സ് വിച്ച് ക്യാൻ മാനിപ്പുലേറ്റ് ദ വാല്യൂ ഓഫ് ഓപ്പറൻസ്. മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യുക. അതായത് ഓപ്പറൻസിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് തരം ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലസ് ആവാം, മൈനസ് ആവാം, ഡിവിഷൻ ആവാം. ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്, ആ ഓപ്പറേറ്ററിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, 4 + 5 = 9. അതിൽ 4ഉം 5ഉം ആണ് ആക്ച്വലി ഓപ്പറൻസ് ആയിട്ട് വരിക. നമുക്ക് പ്ലസ് ആണ് ആക്ച്വലി അതിൽ ഓപ്പറേറ്റർ. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നോക്കാം. അപ്പോൾ ടോട്ടലി 7 ഓപ്പറേറ്റേഴ്സാണ് മെയിൻലി വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സെക്കൻഡ്, കമ്പാരിസൺ ഓപ്പറേറ്റർ. തേർഡ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഫോർത്ത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. 5, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. 6, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. 7, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇതിൽ കാണുന്ന മിക്ക ഓപ്പറേറ്റേഴ്സും മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാവും ഈ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ പറ്റിയിട്ട്. ഇതിൽ ചെറിയ ഡിഫറൻസൊക്കെ ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതും എന്താണ് ആക്ച്വലി ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അത് നോക്കി നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ അതിൽ മെയിൻലി നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മെയിൻലി മാത്സിൽ വരുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് തന്നെയാണ്. അത് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് തന്നെ ആയിരിക്കും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പ്ലസ് അഡീഷൻ ഓപ്പറേറ്ററാണ്. ആഡ് വാല്യൂസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിൻ്റെ ഐദർ സൈഡിലുള്ള ഓപ്പറൻസ് വാല്യൂസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ്, സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അതായത് അതിൻ്റെ സിമ്പൽ മൈനസ് ആണ്. സബ്സ്ട്രാക്ട് റൈറ്റ് ഹാൻഡ് ഓപ്പറൻറ്റ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറൻറ്റ്. അതായത് റൈറ്റിലുള്ള ഓപ്പറൻറ്റ് ലെഫ്റ്റിൽ എടുക്കുന്ന ഓപ്പറൻ്റ് ആയിട്ടാണ് സബ്സ്ട്രാക്ട് ചെയ്യുക. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. അതായത് സ്റ്റാർ സിമ്പിൾ ആയിരിക്കും. മൾട്ടിപ്ലൈസ് വാല്യൂസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിൻ്റെ ഐദർ സൈഡിൽ കിടക്കുന്ന വാല്യൂസ് നോർമലി അഡീഷൻ ചെയ്ത പോലെ തന്നെ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. നെക്സ്റ്റ്, സ്ലാഷ് സിമ്പിളാണ്. ഡിവിഷൻ ഓപ്പറേറ്ററാണ്. ഇറ്റ് ഡിവൈഡ്സ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറൻറ്റ് ബൈ റൈറ്റ് ഹാൻഡ് ഓപ്പറേറ്റർ. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, പെർസെൻറ്റേജ് സിമ്പിളാണ്. മോഡുലസ് ഓപ്പറേറ്ററാണ്. ഇവിടെയും ഡിവിഷൻ തന്നെയാണ്. ഡിവൈഡ്സ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറൻറ്റ് ബൈ റൈറ്റ് ഹാൻഡ് ഓപ്പറേറ്റർ ആൻഡ് റിട്ടേൺസ് റിമൈൻഡർ. ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് റിമൈൻഡർ ആണെന്ന് മാത്രം. റിമൈൻഡർ കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി മോഡുലസ് വാല്യൂ നമ്മൾ കാണാറ്. നെക്സ്റ്റ്, രണ്ട് സ്റ്റാർ സിമ്പിൾസാണ്. അത് എക്സ്പൊണൻ്റ് ഓപ്പറേറ്ററാണ്. ഒരു പെർഫോംസ് എക്സ്പൊണൻഷ്യൽ കാൽക്കുലേഷൻസ് ഓൺ ഓപ്പറേറ്റേഴ്സ്. ഒരു വാല്യൂ അതിന് ശേഷം 2 സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പൊണൻ്റ് ആണ്. അത് അതിന് ശേഷം ഏത് വാല്യൂ ആണ് ഇടുന്നത്? 2 ആണെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. നെക്സ്റ്റ്, 2 സ്ലാഷ് എന്ന് വെച്ചാൽ അതിനെ ഫ്ലോർ ഡിവിഷൻ എന്നാണ് പറയുക. ഡിവൈഡ്സ് ദി ഫസ്റ്റ് ഓപ്പറൻറ്റ് ബൈ ദി സെക്കൻഡ് ഓപ്പറേറ്റർ. റിട്ടേൺസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി കോഎഫിഷ്യൻ. ഇതൊരു നോർമൽ ഡിവിഷനിന് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റിട്ടേൺ വാല്യൂ എന്തായിരിക്കും? അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റഗ്രൽ പാർട്ട് മാത്രമായിരിക്കും. കോഎഫിഷ്യൻ്റെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കില്ല എന്ന് മാത്രം. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നോക്കി നോക്കാം. എക്സാമ്പിൾ, എക്സ് എന്ന വേരിയബിളിലേക്ക് 2 എന്ന വാല്യൂ കൊടുത്തു, വൈ എന്ന വേരിയബിളിലേക്ക് 3 എന്ന വാല്യൂ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നോക്കാം. ഫസ്റ്റ് അഡീഷൻ ഓപ്പറേഷൻ എക്സ് + 5 കൊടുത്തപ്പോൾ 5 എന്ന ഔട്ട്പുട്ട് വന്നു. നെക്സ്റ്റ്, സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. പിന്നെ ഒരു എക്സാമ്പിൾ, എക്സ് - വൈ കൊടുത്തു, അപ്പോൾ -1 എന്ന് വന്നു. 3 - 2 ആണ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്.
അതായത് സെക്കൻഡ് ഓപ്പറേറ്റർ മൈനസ് ഫസ്റ്റ് ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നോക്കാം. എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു 6, അതായത് 3 × 2 6 എന്ന ഔട്ട്പുട്ട് വന്നു. നെക്സ്റ്റ് ഒരു ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നോക്കാം. ഡിവിഷൻ ഓപ്പറേറ്റർ ഏതാ? സ്ലാഷ് ആണ്. അപ്പോൾ x/y കൊടുക്കുക. അപ്പോൾ അതായത് 3/2 ആണ് അവിടെ പെർഫോം ചെയ്ത്. സെക്കൻഡ് ഓപ്പറേറ്ററിന് ഫസ്റ്റ് ഓപ്പറേറ്ററായിട്ടാണ്, സെക്കൻഡ് ഓപ്പറേറ്ററിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് 2 കൊണ്ട്. അപ്പോൾ ആണ് 0.6 വന്നത്. നെക്സ്റ്റ് വീണ്ടും 5/2 ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ 2.5 എന്ന കറക്റ്റ് വാല്യൂ വന്നു. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് മനസ്സിലായി. ഇനി ഫ്ലോർ ഡിവിഷൻ ചെയ്ത് നോക്കിയതാണ്. 5/2 കൊടുക്കുമ്പോൾ ഇൻറ്റീജർ ഓപ്പറേറ്ററാണ് ഔട്ട്പുട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. അതിൽ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ എന്താണ്? 2 ഈക്വൽ ടു ആണ് ഇട്ടിട്ടുള്ളത്. അതെന്താണ് ഉപയോഗിക്കുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് 2 ഓപ്പറൻസ് ആർ ഈക്വൽ ദെൻ ദി കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അത് ആ സെൻറ്റൻസിൽ തന്നെ ക്ലിയർ ആണ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്തിനാണ്? 2 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേറ്റേഴ്സ് മുഴുവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 ഈക്വലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 വാല്യൂസ് ഉണ്ട് എന്ന് വയ്ക്കുക. ആ 2 വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് എ ഈക്വൽ ടു ബി, എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് ഒരു ഇൻറ്റീജറോ ഫ്ലോട്ടിംഗ് പോയിൻറ്റോ വാല്യൂ അത് 2 ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഫോൾസ് ആവും. നെക്സ്റ്റ് ഓപ്പറേറ്റർ അത് അതിന് ഉപയോഗിച്ചിട്ടുള്ള സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഒരു ഈക്വൽ ടു. അത് കണ്ടാൽ തന്നെ അറിയാം നോട്ട് ഈക്വൽ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് പറയണത്? ഇഫ് ദ വാല്യൂ ഓഫ് 2 ഓപ്പറൻസ് ആർ നോട്ട് ഈക്വൽ ദെൻ കണ്ടീഷൻ ബിക്കം ട്രൂ. ഇതിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആ 2 ഈക്വൽ ഓപ്പറേറ്റർ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ നോട്ട് ഈക്വൽ പറയുന്നത്. ഇപ്പോൾ 2 ഓപ്പറൻസ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കണ്ടീഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ഫോൾസ് കണ്ടീഷനാണ്. 2 ഈക്വൽ ടു 2 ആണ് ആക്ച്വലി ട്രൂ വരിക. അപ്പോൾ ഇവിടെ 2 നോട്ട് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററാണ്. ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറൻറ്റ് ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അതും ആ സെൻറ്റൻസിൽ തന്നെ ക്ലിയർ ആണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻ്റ് ആയിട്ട് ഗ്രേറ്റർ ആണ്, അതിനേക്കാൾ ഗ്രേറ്റർ ആണ് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻ്റ് എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ 5 ഗ്രേറ്റർ ദാൻ 2 ഇത് ഒരു ട്രൂ കണ്ടീഷനാണ്. ഇനിയിപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോൾസ് കണ്ടീഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ലെസ് ദാൻ ഓപ്പറേറ്ററാണ്. ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറൻറ്റ് ദാൻ ദി കണ്ടീഷൻ ബിക്കംസ് ട്രൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പറൻറ്റിനേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ്റെ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. അതിൽ ഫോൾസായ കണ്ടീഷൻ ആയിരിക്കും ഇതിൽ ട്രൂ ആയിരിക്കുക. അതായത് 2 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രൂ ആണ്. 5 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ്റെ സിമ്പിളാണ്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടാവും, പിന്നെ ഒരു ഈക്വൽ ടു സിമ്പിൾ ഉണ്ടാവും. ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഓപ്പറേറ്ററാണ്. ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറൻറ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ കണ്ടീഷൻ ട്രൂ ആവുക. ലെഫ്റ്റിലെ ഓപ്പറൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ആവണം, അല്ലെങ്കിൽ ലെഫ്റ്റിലെ ഓപ്പറേറ്റർ റൈറ്റിലെ ഓപ്പറൻറ്റുമായിട്ട്, ഓപ്പറേറ്റർ അല്ല ലെഫ്റ്റിലെ ഓപ്പറൻറ്റും റൈറ്റിലെ ഓപ്പറൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ആ 2 കണ്ടീഷനിലും ഈ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ലെസ് ദാൻ സിമ്പലും പിന്നെ ഒരു ഈക്വൽ ടു സിമ്പലും. അതായത് അതിൻ്റെ ഇതിൽ പറയുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ഓഫ് ദി റൈറ്റ് ഓപ്പറൻറ്റ്. ലെഫ്റ്റിലെ ഓപ്പറൻറ്റ് ലെസ് ദാൻ ആവാം റൈറ്റിലെ ഓപ്പറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം. ഈ മോഡിൽ 2 കണ്ടീഷനിലും 2 വാല്യൂസും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നോക്കിയേക്കാണ്. അപ്പോൾ അതിൽ എ എന്ന വേരിയബിളിന് 3യും ബി എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂയും കൊടുത്തു. നെക്സ്റ്റ് എ ലെസ് ദാൻ ബി എന്ന വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ട്രൂ വന്നു, കാരണം എ എന്നത് ലെസ് ദാൻ ബി ആണ് വാല്യൂ.
3<5 എന്നത് ട്രൂ ആണ് എന്നുള്ളതുകൊണ്ട് ട്രൂ വന്നു. നെക്സ്റ്റ് B<A ചെക്ക് ചെയ്ത് നോക്കിയാക്കാണ്. അപ്പോൾ 5 എന്ന വാല്യൂ 3നേക്കാൾ ചെറുതല്ല, ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് ആ കണ്ടീഷൻ അവിടെ ഫോൾസ് വന്നു. നെക്സ്റ്റ് A>B ചെയ്ത് നോക്കി, അപ്പോഴും ഫോൾസ് ആണ്, കാരണം 3 എന്ന വാല്യൂ 5നേക്കാൾ വലുതല്ല. നെക്സ്റ്റ് എയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് 7 ആക്കിയിട്ട് A>B കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി, കാരണം 7 എന്ന് പറയുന്നത് 5നേക്കാൾ ഗ്രേറ്റർ ആണ്. നെക്സ്റ്റ് A=B ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ ഫോൾസ് ആണ്, കാരണം എയുടെയും ബിയുടെയും വാല്യൂ സെയിം അല്ല. A 7 ആണ്, B 5 ആണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ബിയുടെ വാല്യൂ 7 ആക്കി നോക്കി, എന്നിട്ട് A=B ചെയ്ത് നോക്കി, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ഇപ്പോൾ രണ്ടും 7 എന്നാണ് വാല്യൂ, എയുടെയും ബിയുടെയും 7 ആണ്, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. നെക്സ്റ്റ് നമുക്ക് ഈ ലെസ് ദാനും ഈക്വലും ഒരുമിച്ച് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതായത് ഇവിടെ A=B ട്രൂ ആണ്, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. ഇനിയിപ്പോൾ A>B ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അവിടെ A=B ട്രൂ ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ട്രൂ, അല്ലെങ്കിൽ A>B ആയിരിക്കണം. അപ്പോൾ അവിടെ ഈക്വൽ ആയതുകൊണ്ട് അവിടെ ട്രൂ ആയി. ഇനി നമുക്ക് നോട്ട് ഈക്വൽ എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഈക്വലിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. A>B ആണെങ്കിൽ മാത്രമേ ഇവിടെ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. ഇവിടെ A=B ആണ്, രണ്ടും 7 വാല്യൂ 7 ആയതുകൊണ്ട് ബിയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയേക്കാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ട്രൂ ആയി, അപ്പോൾ A=B അല്ല.